ഈ പുളി ഉണ്ടല്ല എൻ്റെ വീട്ടിലുണ്ടായ പുളിയാണ് കേട്ടോ. ഇതെല്ലാം പറിച്ച് നെട്ടെല്ലാം കളഞ്ഞ് കഴുകി ഒന്ന് ഡ്രൈ ആക്കി വെച്ചിരിക്കണേ. വെള്ളമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് മസാല ചേർക്കണം. അപ്പോൾ അതിന് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്. ഇനി മസാല എടുക്കണേ. ഇനി അച്ചാറിന് വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കടുക്, ഇത് ഉലുവ, പിന്നെ നല്ലെണ്ണ, വിനാഗിരി. ഇനി കുറച്ച് ജീരകവും കൂടി ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പെരുംജീരകമാണേ. നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നല്ലെണ്ണ ഉണ്ടോ ഒഴിക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ചാലേ കുറേ നാൾ കേടുകൂടാതെ നമ്മുടെ അച്ചാറിരിക്കും. ഇനി അത് നന്നായിട്ട് ചൂട് വരുമ്പോൾ നമുക്ക് കറിവേപ്പിലിടാം. കറിവേപ്പിലിട്ട് ഇനി കടുകും ഉലുവയും കൂടി ഇടുകയാണ്. കടുകയും ഉലുവയും ഇട്ട് കടുകയും ഉലുവയും ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം നമ്മൾ മുറിച്ച് വെച്ചിരിക്കണം, അതെടുക്കുക. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റുക. സ്റ്റൗ ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വെക്കണേ. ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ബ്രൗൺ കളറാകുമ്പോൾ മസാല ഇതിലേക്ക് ഇടാം. ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ പൊടിച്ചു വച്ചിരിക്കുന്ന ജീരകവും പിന്നെ മുളകും മഞ്ഞൾപ്പൊടി കൂടി ഇടാൻ പോകുന്നു. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചൂടായാൽ മതി, അധികം അങ്ങോട്ട് കരിഞ്ഞു പോകണ്ട. ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കാൻ വേണം. വിനാഗിരി ഒഴിച്ച് അതിലേക്ക് നമ്മുടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി കുറച്ച് ചൂടുവെള്ളവും ഉപ്പും കൂടി ഇതിലേക്ക് ഇടണം. അപ്പം നമ്മുടെ അച്ചാറിലേക്ക് കുറച്ച് ഉപ്പ് ഞാൻ ഇടാൻ പോണേണ്. പിന്നീട് തിളപ്പിച്ചാറ്റിയ കുറച്ച് വെള്ളവും കൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നെല്ലിപ്പുളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം അതിനെ നമുക്ക് തണുക്കാൻ വയ്ക്കാം. അതിനുശേഷം കുപ്പിയിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. താങ്ക് യു.